ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ സിനു അതാ ബേക്കറി കൂടെ നടന്ന് തരുന്നു. ഞാനും എൻ്റെ അലക്കുട്ടി ഇരിക്കണ നോക്കി. അല്ല നമ്മളെവിടെ പോവുകയാണ്? നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ് മമ്മമ്മൻ്റെ അടുത്തേക്ക് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ ഇനി പാലക്കാട്ടിലോട്ട് പോവുകയാണ്. സാധാരണ ഭർത്താക്കന്മാരാവില്ലേ എന്താണ് സാധനം വാങ്ങാനൊക്കെ പുറത്തേക്ക് ഇറങ്ങുക. ഇവിടെ നേരെ ഓള് കുട്ടീൻ്റെ അടുത്ത് നിന്നിട്ട് ഓള് പൊയ്ക്കുക. അപ്പോൾ ഞങ്ങൾ മുട്ടയൊക്കെ അടിച്ച് നല്ല സുന്ദരി കുട്ടപ്പി ആയിട്ടിരിക്കേണ്ടത് കേട്ടോ. അവൾ വരുമ്പോൾ നമുക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇനി നമുക്ക് എന്താക്കണം, നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഉമ്മാനെ കൂട്ടി വരണം. ഓക്കെ, ഉമ്മാനെ എത്ര ദിവസം പോയി 4 ദിവസം ഉമ്മ ഇപ്പോൾ ഉമ്മാൻ്റെ അമ്മോൻ്റെ കൂടെയാണ്. ഉമ്മാക്കാണെങ്കിൽ പെരേക്ക് വരാണ്ട് ഇങ്ങനെ ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അന്നേരം കൂടി പോകുന്നത് ഇനി കുട്ടീനെ കുട്ടീനെന്ന് പറയുന്നത് നമ്മളെ പെരയിൽ പൂച്ചയും കോഴിയും ഒക്കെ പട്ടിണി കിടക്കേണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് എന്നും ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കലാട്ടോ. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കലാണ്. പിന്നെ സിനോനും ഒക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ആയി കഴിഞ്ഞോ? അത് എന്ത് പൊടിയാണ്? എള്ളും കടലയും പിന്നെ ഞാനേ ഈ അരി വാങ്ങിട്ടോ. ഈ അരി നിങ്ങളാടല്ലോ? ഇല്ല, പൊടിയരി കഞ്ഞി ഇതല്ലേ നമുക്കൊന്ന് വാങ്ങി തന്നെ. ഇതിനും വലുതാണ്, എനിക്ക് ചെറുതാ ഇഷ്ടം. അത് വാങ്ങി. പിന്നെ എന്താ വാങ്ങി? എള്ളും കടലയും എന്തിനാ? തിന്നാനോ? പഠിച്ചുവാ എള്ളും കടലയും ചോള പുണ്ണാക്കും പുണ്ണാക്കൊക്കെ തിന്നാൻ. കുട്ടീനെടുത്താ എന്താ എൻ്റെ ഒക്കെ ഒരു ഇൽമേ കുട്ടീനെ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വഴി ഞങ്ങളൊരു സ്ഥലത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ ഇൻഷാ അല്ലാഹ് നാളെ ഇറങ്ങും. അത് എന്താണ് എൻ്റെ അലക്കുള്ള ഒരു സർപ്രൈസ് വീഡിയോ ആണ് അല്ലേ. അത് ഇതിലില്ലാത്തതെന്ന് വെച്ചാൽ അത് തനിയെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കുറേ ലെങ്ത് എടുത്തിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളെ ഞങ്ങൾ ഇട്ടുതരാം. ഇത് ഞങ്ങൾ ഇനി നേരെ നാട്ടിലോട്ട് പോയി ഉമ്മാനെ കൂട്ടി നമ്മൾ വീട്ടിലോട്ട് കയറുന്ന വീഡിയോ ആണ്. അങ്ങനെ സിനു എന്തായി? സിനു അലിയും കുട്ടിയൊക്കെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കുടിക്കണ്ടേ തിന്നണ്ടേ? എൻ്റെ അലേഹതൊക്കെ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ടീ ടൈമിലാട്ടോ പെരിന്തൽമണ്ണ തെറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തോ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്യാണ്. ഓക്കെ, എന്താ വേണ്ടി? പണ്ടൊക്കെ എന്താ ഇവിടെ കയറിയാലില്ലേ ഫുൾ ഫോണുമ്മേൽ ഇങ്ങനെ കളിക്കലുണ്ട്. ഞാനൊരു മൂലത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ടീന്. പല വന്നതിന് ശേഷം ഫോണുമ്മേൽ കളിയൊന്നുമില്ല. ഫോണെടുത്ത് ഇങ്ങനെ ഇരിക്കുക, നമ്മളോട് സംസാരിക്കും, അങ്ങനെയൊക്കെ ആയി മാറി. ഞങ്ങൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേന് സ്റ്റുഡിയോന്ന് പാട്ടൊക്കെ പാടാണ്ടായിനൊക്കെ പാടി കഴിഞ്ഞു വന്നപ്പോത്തിന് പിന്നല്ല കുട്ടി കുറച്ചേരം ഇവിടെ കിടക്കാം. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങണം കേട്ടോ. വാ മോനെ താക്കോലോ. പോവാ. കുറച്ച് പാർസലും ഉണ്ട് കേട്ടോ ബാക്കിയുള്ളത്. എന്ത് രൂപ വാങ്ങിട്ടല്ലേ അത്
അങ്ങനെ നമ്മളെന്താക്കി, നമ്മുടെ വീട്ടിലെത്തി. അങ്ങനെ സീനു വീണ്ടും നമ്മുടെ പുതിയ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഗൈസ്, പുതിയ വീട്ടിലെത്തുന്നതിനൊരു കാരണം കൂടി ഉണ്ട്. കാരണം എന്താണെന്നറിയോ? എന്താ, ഇവർക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് ആ പെരയിൽ പോയി നിൽക്കാൻ പേടി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഒരു പണി അവിടെ നിൽക്ക്, ഞാനൊന്ന് ഇർട്ടായിട്ട് ഉമ്മനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അപ്പോൾ പറയാണ്, ഇല്ല ഞാനും വരും നിങ്ങളൊപ്പരം എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് പേടി എത്ര ഒറ്റയ്ക്ക് നിൽക്കാൻ. അപ്പോൾ എന്തായാലും എൻ്റെ പിന്നാലെ കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പെരയിൽ ഇങ്ങനെ സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് കാണാനും ഉണ്ടായിരുന്നു. പിന്നെ നായ്ക്കൾ ഇതിൽ കയറുന്നുണ്ട്. അതിന് കുറച്ച് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണം. 4 മതിലൊക്കെ കെട്ടിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഒരു കയറോ കമ്പിയോ നെറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടണം ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മൊത്തം നമ്മൾ ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അത് എന്തിനാണ് ഷീറ്റ് വിരിച്ചിട്ടുണ്ടെന്ന് അറിയോ? പുട്ടി, അതേമാതിരി പെയിൻറ്റിങ്. ഇനി ഈ ഷീറ്റ് എല്ലാ വർക്കും കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ കീറിക്കളയുള്ളൂ. കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ശരിക്കും പുട്ടിയൊക്കെ ഇടുന്നതിന് ശേഷമാണ് ടൈൽസ് വിരിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ വർക്കൊക്കെ ലാസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും ഇല്ല, ഇൻറ്റീരിയറൊക്കെ കഴിയുമ്പോഴേക്കും ടൈൽസിൻ്റെ പണി ഒരുങ്ങും. സ്ക്രാച്ച് വീണിട്ടോ അഥവാ എന്തെങ്കിലും വെച്ച് പൊട്ടുകയാണെങ്കിലൊക്കെ പണിയാവും. അതുകൊണ്ട് ഇത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ എന്തായാലും കഴിച്ചോക്ക ആയക്കുള്ള ചവിട്ടിയ പാട്. അങ്ങനെ ഞങ്ങൾ രാത്രി ഒന്ന് വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. വീട് ഉള്ളിൽ മൊത്തം ഇതുപോലെ അതേമാതിരത്തെ റോളാണ് കേട്ടോ. നല്ല സ്പോവിച്ചൊക്കെയുള്ള റോളാണ്. മൊത്തത്തിൽ വിരിച്ച് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് നായ്ക്കൾ വരില്ല, സിറ്റ് ഔട്ടിൽ വരെ എത്തുള്ളൂ. ഉള്ളൊക്കെ നമ്മൾ പൊത്ത് അടച്ച് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അലമോൾ അങ്ങനെ ഇഷ്ടത്തും വരാണ്ട്. രാത്രിത്തെ നമ്മൾ പെരയുടെ വ്യൂ നോക്കി ഇതൊക്കെ ലൈറ്റൊക്കെ വന്ന് സെറ്റായാൽ അടിപൊളിയാവും കേട്ടോ. എന്തായാലും മാഷാ അല്ലാ, അത്ര എത്തും തന്നെ നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ. റോഡ് സൈഡ് ഒരു പെരവാണെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ഒക്കെ കാണി റോഡായി, എല്ലാം ആയി. ഇനി ബാക്കിയുള്ള പണികളും കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ കൂടിയിരിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഉമ്മാനെ കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ കറക്റ്റ് റോഡ് കുട്ടി കാണിച്ചത്. ഇതാണ് നമ്മുടെ പള്ളി. അങ്ങനെ ഇർട്ടായിക്കണം കേട്ടോ. ഇർട്ടായിട്ട് വന്നാൽ മതി എന്നമ്മ പറഞ്ഞു. അപ്പോൾ ഇർട്ടാവണ വരെ ഉമ്മാനെ കാത്ത് നമ്മൾ നിന്നാണ്. പിന്നെ അതുമല്ല, നമുക്കൊന്ന് പെരയൊക്കെ കാണാനുണ്ടായിരുന്നു. നമ്മുടെ എത്തിയപ്പോഴേക്ക് 6 മണി ആയിക്കണ്. ഇപ്പോൾ ഒരു ഏകദേശം 6:52. അപ്പോൾ ഇതുണ്ടോ നമ്മൾ ഇപ്പം എൻ്റെ ഖബർ വരുന്നത് ഇതാണ് ലൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഉമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അല്ലേ ഉറങ്ങിയോ? അങ്ങനെ എത്ര ദിവസമായി സിനിമ ഇവിടുന്ന് പോയിട്ട്? 2 ദിവസമൊന്നുമല്ല, 3 ദിവസം കഴിഞ്ഞ്. പിന്നെ ഞാൻ മിന്നാന്നല്ല, ഞാൻ ഇന്നലെ മിന്നാന്നിട്ട് സോപ്പിലെടുത്ത് പോയി. വലിയ കുഴപ്പമില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആ ഇടവഴി ഇറങ്ങിയില്ലേ, ഇതാണ് ഇവിടുന്ന് ഇടവഴി ഇറങ്ങിയൊരു 3ാമത്തെ പെര കേട്ടോ, അമ്മൂൻ്റെ പെര. ഇതാണ് പെര. ഇങ്ങനെ ഗൈസ് നമ്മളിതാ സാധനങ്ങളൊക്കെ എടുത്ത് ഉമ്മാനെയും കൂട്ടി നമ്മൾ നേരെ പെരയിലേക്ക് പോവാണ്. നമ്മുടെ വീട്ടിൽ വന്ന് കയറി അതിൽ തുറക്കാൻ ഫുള്ള് തവളടി ഇതിൻ്റെയൊക്കെ സൗണ്ടാണെങ്കിൽ. അങ്ങനെ മക്കളെ, ഞാനും എൻ്റെ ഷുട്ടാടയും പാടെയൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കുക. ജിമ്മൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രി നേരെ വീട്ടിലോട്ട് എത്തി. രാവിലെ ഒരു 10 മണിക്ക് ഞാനും എൻ്റെ കുട്ടി ഇവിടെ ഇരുന്ന് കളിക്കണം. ഇപ്പോൾ ചെറിയൊരു വികൃതി കുട്ടിയാണ് കേട്ടോ. കാരണം ഇതാണ്ടോ കടന്ന് മടിയിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ ഓൾക്ക് നീച്ച് മണ്ടണം. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. നമ്മളെന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ ഇനി വരും. നമ്മളെ ഷൂട്ടുണ്ടാക്കും. നല്ല കഫക്കെട്ട് ഉണ്ട് കേട്ടോ കുട്ടിക്ക്. ഓക്കെ. എന്തായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രോപ്പറായിട്ട് കൊടുക്കലുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇൻഷാ അല്ലാ നല്ല വീഡിയോസിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് നല്ല വീഡിയോസ് വരാനുണ്ട്. നമുക്കിവിടെ എത്തിയിട്ട് അധികം നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും നല്ല അടിപൊളി ഞങ്ങളുടെ 1 ഡേ വരും. എൻ്റെ ഷൂട്ടിൻ്റെ ഒരു ദിവസത്തെ വീഡിയോ വരും. അവളുടെ കളിയും ചെറിയും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും നമ്മളിപ്പൻ്റെ പാട്ടിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബാക്കി മിക്സിങ്ങും കാര്യങ്ങളും ഓർക്കസ്ട്രയൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. അത് നല്ലൊരു പാട്ടാണ്, അതും വൈകാതെ വരും അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഹായ് പറയും. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും
ഹായ് അലഹോളുടെ ഹായ് ആണ് മക്കളെ, അലമോളുടെ ഹായ് ആണ് അല്ലേ അല്ലേ. എല്ലാവർക്കും ഒരു പ്ലെയിങ് കിസ് കൊടുക്ക്. ഓക്കെ.